ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളാണ് ചെയ്യുന്നത്. യൂഡിയോയിൽ നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു കാര്യം നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം, ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാത്തിനെയും കുറിച്ചും നേഴ്സിങ്ങിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും എല്ലാവർക്കും വീണ്ടും വീണ്ടും കുറേ കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, ഡൗട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ പ്രീവിയസ് വീഡിയോസുകളൊക്കെ പോയി കാണണം. ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഉറപ്പായും എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു കാര്യവും എന്നോട് ചോദിക്കാം. പിന്നെ നിങ്ങൾ ജോലി അന്വേഷിച്ച് ഇവിടെ നിൽക്കുന്നവരാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാനുണ്ട് എന്നുള്ളത് അറിയില്ല, അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചാണെങ്കിലും അതിനെക്കുറിച്ച് ഞാൻ വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും സൈറ്റോ കാര്യങ്ങളോ അറിയണമെങ്കിൽ എന്നെ ഫോളോ ചെയ്തിട്ട് ജോബ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് അതായത് ഹോസ്പിറ്റലുകളിൽ അയച്ചു കൊടുക്കുന്ന മെയിൽ ഐഡീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. അതുമാത്രം പോലെ നിങ്ങൾ ഡയറക്റ്റ് പോയിട്ടും ട്രൈ ചെയ്യണം. എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്തുള്ളൂ കിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നാട്ടിൽ നിന്ന് പോസ്റ്റ് BSc അല്ലെങ്കിൽ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ എടുത്തതിന് ശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് വർക്കാവും എന്ന് പറഞ്ഞിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ ഇവിടെ എന്താ പറയുക ഗവൺമെൻറ്റിലൊന്നും അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ നിലവിൽ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ അവർ പ്രമോഷൻ കൊടുക്കുന്നില്ല. അങ്ങനെ എടുത്തു വന്നിട്ടുള്ള നമ്മൾ കംപ്ലീറ്റ് ചെയ്താലും ഇപ്പോൾ DH എഴുതിയാൽ പോലും അവരത് അംഗീകരിക്കുന്നില്ല. അത് ഡിസ്റ്റൻ്റാന്ന് പറഞ്ഞിട്ട് അവർ ഇപ്പോൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഗവൺമെൻറ്റിലെല്ലാം. പ്രൈവറ്റിലെല്ലാം അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പോസ്റ്റ് BSc ഡിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ ബാംഗ്ലൂരോ എവിടെയാണോ വാട്ടെവർ നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്റ്റൻ്റ് ആയിട്ടാണെങ്കിലും പഠിക്കുക. എന്നിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്താക്കുക, DH എക്സാം നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, ഡാറ്റ ഫ്ലോ ആ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് ഡാറ്റ ഫ്ലോ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, DH എക്സാം വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ട് DH എഴുതുക കേട്ടോ. അപ്പോൾ കുറേ പേര് ഡൗട്ടാണ്, GNM ആയിട്ടുള്ളപ്പോൾ നമ്മൾ എഴുതിയ DH അത് തന്നെ പോരെ, ഇപ്പോൾ പോസ്റ്റ് BSc കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു DH ലൈസൻസ് തന്നെ മതിയല്ലോ എന്നുള്ളത്. ഇല്ല, പറ്റില്ല. GNM കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ GNM കഴിഞ്ഞിട്ടുള്ള ഒരു നേഴ്സാണെങ്കിൽ അവരെഴുതുന്ന DH എന്ന് പറഞ്ഞിട്ടുള്ളത് DH ലൈസൻസ് എടുക്കുമ്പോൾ അതിൽ അസിസ്റ്റൻറ്റ് നേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണ്ടൊക്കെയാണ് അത് രജിസ്റ്റർ നേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ GNM കഴിഞ്ഞവർ DH ഓർ DOH ഓർ MOH ഏതൊരു എമിറേറ്റ്സിലാണ് വരാനിരിക്കുന്ന ആ ഒരു പ്രോമെട്രിക് എക്സാം എഴുതുമ്പോൾ നമുക്ക് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറിയെ കിട്ടുള്ളൂ. അതാണ് അതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ അസിസ്റ്റന്റിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഹോസ്പിറ്റലിൽ ജോലി കിട്ടുന്നതും സാലറിയും എല്ലാം ആ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈസൻസ് ബേസ് ചെയ്തിട്ടുള്ള സാലറിയാണ്. അവിടെ നിങ്ങളുടെ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും നോക്കുന്നില്ല. നിങ്ങളുടെ ലൈസൻസിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങളെ കിട്ടുള്ളൂ. അപ്പോൾ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ തന്നെയാണ് ജോലി എടുക്കുന്നത്. അപ്പോൾ വൺസ് നിങ്ങൾ പോസ്റ്റ് BSc കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ഡാറ്റ ഫ്ലോ എന്ത് ചെയ്യുക, ആ പോസ്റ്റ് BScയുടെ സർട്ടിഫിക്കറ്റ് എല്ലാം സെയിം തന്നെ അറ്റസ്റ്റേഷൻ ചെയ്യണം. MOFA ആൻഡ് ഇന്ത്യൻ എംബസി ആൻഡ് MOFA അറ്റസ്റ്റേഷൻ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സാധാ പോലെ ഡാറ്റ ഫ്ലോയ്ക്ക് കൊടുക്കുന്ന പോലെ ഡാറ്റ ഫ്ലോ കൊടുത്ത് ആ ഒരു എന്ത് ചെയ്യണം, ആ ഒരു പോസ്റ്റ് BScയുടെ സർട്ടിഫിക്കറ്റ് ഡാറ്റ ഫ്ലോ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും ഒരു DH എക്സാമും കൂടി എഴുതണം കേട്ടോ, പോസ്റ്റ് BSc. അപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുക, RN എന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്ത് ചെയ്യുക ലൈസൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യുക, മീൻസ് നിങ്ങളുടേത് റിന്യൂ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ GNM നിങ്ങളിപ്പോൾ ഒരു എത്ര നാൾ വർക്ക് ചെയ്യും, ഒരു 5 years കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, സെയിം ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ 5 year ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് GNM ആയിട്ട്. 5 year കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വീണ്ടും കൊടുക്കാനായിട്ടും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് സെയിം എക്സ്പീരിയൻസ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ വൺസ് നിങ്ങൾ പോസ്റ്റ് BSc കഴിഞ്ഞു 5 year ആയിട്ട് നിങ്ങൾ GNMൻ്റെ എക്സ്പീരിയൻസ് ആണെങ്കിൽ പോസ്റ്റ് BScക്ക് ആ എക്സ്പീരിയൻസ് കൂട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് വേറൊരു എക്സ്പീരിയൻസ് വേണം. അപ്പോൾ നിങ്ങൾ വീണ്ടും ഒരു പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാക്കണം. അപ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആരെങ്കിലും GNM ആയിട്ട് ഇപ്പോൾ 5 year അല്ലെങ്കിൽ 5 year അടുത്തുകൊണ്ടിരിക്കുകയൊക്കെയാണ്, നിങ്ങൾ പോസ്റ്റ് BSc ചെയ്യാനായിട്ട് താല്പര്യപ്പെടുക അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഡാറ്റ ഫ്ലോയും കാര്യങ്ങളും ആക്കി എന്ത് ചെയ്യാം, DH ലൈസൻസ് എടുത്തിട്ട് എന്താക്കുക, ആ ഒരു എക്സ്പീരിയൻസ് RNലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അല്ലെങ്കിൽ 5 year കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു അസിസ്റ്റൻറ്റ് നേഴ്സിൻ്റെ ആ എക്സ്പീരിയൻസ് അസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ അവർ കൂട്ടുള്ളൂ. ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ പോസ്റ്റ് BScക്ക് ആക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡാറ്റ ഫ്ലോ ചെയ്യുമ്പോൾ മിനിമം ഒരു 1 year എക്സ്പീരിയൻസ് വെച്ചിട്ട് വേണം പോസ്റ്റ് BScക്കുള്ള ഡാറ്റ ഫ്ലോ ചെയ്യാനായിട്ട്. അപ്പോൾ അത് നമുക്ക് എന്താക്കാൻ പറ്റില്ല, ആ ഒരു എക്സ്പീരിയൻസ്
GNMൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും 5 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കണം, പലരും അത് ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ആരെങ്കിലും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, ഇത് മസ്റ്റായിട്ട് നോക്കിയിട്ട് വേണം പോസ്റ്റ് ബേസിക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, എടുക്കാനും ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എന്താ, നിങ്ങളിപ്പോൾ പോസ്റ്റ് ബേസി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, DHC ഡാറ്റ ഫ്ലോ എല്ലാം കഴിഞ്ഞാൽ RN ആവും. ഇപ്പോൾ സെയിം ഹോസ്പിറ്റലാണെങ്കിൽ നിങ്ങൾക്ക് RNൻ്റെ എന്താക്കാൻ പറ്റും, കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മോർ സാലറി കാര്യങ്ങളെല്ലാം അറിയാമല്ലോ. RN ആവുമ്പോൾ അതിൻ്റെതായ സാലറി ഇൻക്രിമെൻറ്റ് മീൻസ് സെയിം സാലറി നമുക്ക് അസിസ്റ്റൻറ്റിൻ്റെ പോലത്തെ ആ സാലറി അല്ലല്ലോ. അപ്പോൾ നമുക്ക് കിട്ടും, ജോലി പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കിട്ടും. ഗവൺമെൻറ്റിലൊക്കെ എസ്പെഷ്യലി നമുക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് RNലേക്ക് പോസ്റ്റിലേക്ക് പോകും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മോർ സാലറി ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. ഇപ്പോൾ പ്രൈവറ്റിൽ ഇത് തന്നെയാണ്. അപ്പോൾ പ്രൈവറ്റിൽ ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നില്ല. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഇതാക്കാം. പക്ഷേ എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഓൾമോസ്റ്റ് പ്രൈവറ്റിൽ എല്ലായിടത്തും തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഗവൺമെൻറ്റിൽ ഇപ്പോൾ ഇതുവരെ ആയിട്ടും ആരുടെയും തന്നെ ഇതാക്കുന്നില്ല ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. ഇവിടെ പഠിക്കുവാണെങ്കിൽ അവർ അംഗീകരിക്കും, അല്ലാണ്ട് നാട്ടിൽ പഠിക്കുന്നവർ അവർ അത്ര കൺസിഡർ ചെയ്യുന്നില്ല, ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. ആർക്കും തന്നെ പ്രൊമോഷൻ കൊടുത്ത് RN ആക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു പോസ്റ്റ് BScനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത്. കുറേ പേര് എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും എനിക്ക് മെസ്സേജ് അയക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.